അപ്പോ നിങ്ങൾ നോക്കൂ, ഏത് വസിയത്തിലും അത് മുഴച്ചു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് നൽകിയ 9 വസിയത്തിൽ ഒന്നാമത്തെ വസിയത്ത് തന്നെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വൈൻ ഖുത്ഇത ഔ ഹുരിഖത, നീ കഷ്ടമായി മുറിക്കപ്പെടുകയാണെങ്കിലും നീ ചുട്ടുകരിക്കപ്പെടുകയാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീ ഉറച്ചു നിൽക്കുക. ഇതാണ് ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമതായി, ഒരാളിൽ തൗഹീദ് ശരിയായി കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്താണ്? ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി അവൻ കാത്തു സൂക്ഷിക്കണം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാമത്തെ വസിയത്ത്, വലാ തത്റുകന്ന സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദാ വമൻ തറകഹാ മുതഅമ്മിദൻ ബരിഅത മിൻഹു ദിമ്മതു വലാ തത്റുകന്ന സ്വലാ, വലാ തത്റുകന്ന, നീ ഉപേക്ഷ വരുത്തരുത്, അസ്സലാത്തൽ മക്തൂബത, ഫർളായ നമസ്കാരങ്ങളെ നീ ഉപേക്ഷിക്കരുത്, മുതഅമ്മിദാ, മനഃപൂർവ്വം ഒരിക്കലും ഒരു നിർബന്ധ നിസ്കാരവും നീ ഉപേക്ഷിച്ചു പോകരുത്. കാരണം വമൻ തറകഹാ മുതഅമ്മിദൻ, ആരെങ്കിലും മനഃപൂർവ്വം ഒരു നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ബരിഅത മിൻഹു ദിമ്മതു, അവനോടുള്ള അല്ലാഹുവിന്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ലാഹു ഒഴിവായിരിക്കുന്നു. എന്താണ് അള്ളാഹുവിനുള്ള ഉത്തരവാദിത്വം? അള്ളാഹ്ക്ക് ആരോടും ഒരു ഉത്തരവാദിത്വമില്ല, കടമയും കടപ്പാടൊന്നുമില്ല. പക്ഷേ അള്ളാഹു അവന്റെ അടിമകളോട് ഒരു പ്രത്യേകമായ കരാർ എടുത്തിട്ടുണ്ട്. അതെന്താണ് ആ കരാറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു മുസ്ലിം കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ ഖംസു സ്വലവാത്തിൻ, 5 നമസ്കാരങ്ങൾ കതബഹുന്നല്ലാഹു അലൽ ഇബാദ്, അത് അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കിയതാണ്. മൻ അതാ ബിഹിന്ന, ആരെങ്കിലും അത് കൃത്യമായി കൊണ്ടുവരുന്നു, ലം യുളയ്യ മിൻഹുന്ന ശൈഅൻ ഇസ്തിഗ്ഫാഫൻ ബിഹഖിഹിന്ന കാന ലഹു ഇൻദല്ലാഹി യഹ്ദുൻ അൻ യുദ്ഖിലഹുൽ ജന്ന, അത് കൃത്യമായി ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹ് അവനോടെടുത്ത കരാറാണ്, അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളാം. ഒരാൾ അത് കൊണ്ടുവരുന്നില്ലെങ്കിലോ ഫലൈസ ലഹു ഇൻദല്ലാഹി യഹ്ദുൻ, പിന്നെ അള്ളാഹ്ക്ക് ആ കരാറ് ബാധ്യതയില്ല, ആ കരാറ് പാലിക്കേണ്ട ബാധ്യതയില്ല. അതാണ് അള്ളാഹു പറയുന്നത്, സ്വർഗം എന്ന് പറയുന്ന ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുക എന്ന ഏറ്റവും വലിയ ഒരു കൃത്യമായ കരാറ് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നവർക്കാണ്. അതിൽ വീഴ്ച വരുത്തുന്നവരുടെ കാര്യത്തിൽ നിന്ന് അള്ളാഹു ഒഴിവായിരിക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ അതിന്റെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതിൽ ഖുശൂഅാണ് പ്രധാനം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഖുശൂഅ് വേണം, അതേപോലെ തന്നെ മുഹാഫളത്ത് വേണം. വല്ലദീന ഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂന, അവർ നമസ്കാരത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ച് കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു. അതേപോലെ ഖുർആൻ പറയുന്നു, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂന, അവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ദായിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിത്യതയുള്ളവരാണ്. അവ നിസ്കാരത്തിന്റെ ആ ഭംഗി, മറ്റൊന്ന് നിസ്കാരത്തിന്റെ നിത്യത, മറ്റൊന്ന് നിസ്കാരത്തിലെ കൃത്യത, സൂക്ഷ്മത, ഈ 3ഉം നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം വളരെ ആയത്തുകളിൽ, ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്നാൽ ഈ കൃത്യതാ സ്വഭാവത്തിൽ നിന്ന് മാറി മറിഞ്ഞു വരുന്ന ഒരു തലമുറയാണ് സമൂഹത്തിൽ വളർന്നു വരുന്നത് എന്ന്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉസ് ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ഖുർആൻ ഒരു വിഭാഗത്തെ താക്കീത് നടത്തുകയാണ്. ഇത് പാഴാക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമികമായ നമസ്കാരവും അതേപോലെയുള്ള ഇബാദത്തുകളിലുമൊക്കെ കണിശത പുലർത്തി ജീവിച്ച ഒരു ശുദ്ധരായ മുൻതലമുറ, ആ തലമുറക്ക് ശേഷം ലോകത്ത് ഒരു പിഴച്ച തലമുറ വന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം അവരുടെ പിന്നിലായി മറ്റൊരു തലമുറ വന്നു. ആ തലമുറയുടെ പ്രത്യേകത നിസ്കാരത്തെ അവർ നഷ്ടപ്പെടുത്തുന്നു, നമസ്കരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. നമസ്കാരത്തിൽ നിന്ന് അവരെ തടയുന്നത് അവർക്ക് ദേഹത്തിന്റെ ചില ഇച്ഛകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, ചില അഭിലാഷങ്ങളുണ്ട്. അതിന്റെ പിന്നാലെ പോകുമ്പോ നിസ്കാരത്തിൽ കൃത്യത ശ്രദ്ധിക്കാൻ എങ്ങനെ കഴിയും? അവരുടെ ചില മനസ്സിന്റെ തോന്നലുകളും മനസ്സിന്റെ ചില ആഗ്രഹങ്ങളുമൊക്കെ നിവർത്തിക്കാനുള്ള പരിപാടികളിൽ ഏർപ്പെടുമ്പോ പിന്നെ നിസ്കാരം അവർക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവരെ പറ്റി ഖുർആൻ പറയുന്നത്, നിസ്കാരത്തെ അവർ നഷ്ടപ്പെടുത്തി
വത്തബഉ ശഹവാത്ത്, ദേഹേച്ഛകളെയാണ് അവർ പിൻപറ്റിയത്. അതുകൊണ്ട് വമ്പിച്ച അപകടത്തിലേക്കാണ് അവരുടെ പോക്ക്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ ഇതിനെപ്പറ്റി അശ്രദ്ധരാകുന്നവർ നിസ്കാരക്കാരെ കുറിച്ചും പറഞ്ഞു. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. അവരുടെ നമസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തെ കുറിച്ച് അവർക്ക് ശ്രദ്ധയില്ല. ഇതിപ്പോ നമസ്കരിക്കുന്നവരെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. തീരെ നമസ്കരിക്കാത്തവരെ പറ്റി ഖുർആൻ പറഞ്ഞു. അവര് നരകത്തീയിൽ കിടന്ന് വെന്തുരുകുന്ന നേരത്ത് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചു പറയുന്നു, ആ സഖറിൽ അവർ വീഴാനുള്ള കാരണം എന്താണ് എന്ന് സഖറിനെ സംബന്ധിച്ചു പറയുന്നിടത്ത് അള്ളാഹു ഒരു നമസ്കാരക്കാരെ കുറിച്ച് തന്നെയാണ് അവിടെയും വിശദീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമസ്കാരം അത് കൃത്യമായി നീ നിലനിർത്തണം. ഒരിക്കലും മനഃപൂർവം നമസ്കാരത്തെ നീ ഒഴിവാക്കരുത്. നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഗംഭീരമായ ചർച്ച നടക്കുന്നൊരു വിഷയമാണ്. ഒരാൾ നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ കാഫിറാണോ? അല്ലേ? കാഫിറാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അലസതയോടുകൂടെ ഒഴിവാക്കിയാലും വേണ്ടില്ല, കാഫിർ തന്നെയാണ്. നിസ്കാരം ഒരുത്തൻ ഒഴിവാക്കിയ മനഃപൂർവ്വം അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. നമസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ മൻ തറകഹ ഫഖദ് കഫറ. നമുക്കും അവർക്കുമിടയിലുള്ള ഉടമ്പടി, വേർതിരിവ്, കുഫറിനും ഈമാനിനും ഇടയിലുള്ള വേർതിരിവ് നമസ്കാരമാകുന്നു. ആരെങ്കിലും അതൊഴിവാക്കിയാൽ അവൻ കാഫിറായി. ആ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ ആ വീക്ഷണം പറയുന്നുണ്ട്. എന്നാൽ ഒരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അലസതയോട് കൂടിയാണ് ഒരിക്കൽ ഒഴിവാക്കിയതെങ്കിൽ കാഫിറാവില്ല, കാരണം അവൻ നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന ബോധ്യം അവനുണ്ടല്ലോ എന്ന അഭിപ്രായക്കാരും ഉണ്ട്. എന്തായാലും രണ്ടു വിഭാഗവും ഒരുപോലെ യോജിക്കുന്നൊരു അഭിപ്രായമുണ്ട്. എന്താണ്? നിസ്കാരം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സമയം വിട്ടുകൊണ്ട് അവൻ പിന്നെയും തെറ്റിക്കുകയാണെങ്കിൽ, ഇസ്ലാമികമായ നിയമം നിലനിൽക്കുന്നിടത്താണെങ്കിൽ അവൻ വധശിക്ഷക്കർഹനാണ്. ജീവിക്കാൻ അവൻ തൗബ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടണം. തൗബ ചെയ്യാൻ അവൻ സന്നദ്ധനല്ലെങ്കിൽ കുത്തില, അവൻ വധിക്കപ്പെടണം എന്നതിൽ ആർക്കും തർക്കവുമില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. നമസ്കരിക്കുന്നവർ ഉത്ബുദ്ധരായ സദസ്സിന്റെ മുമ്പിൽ അത് കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല. പക്ഷേ നമ്മുടെ ബന്ധുക്കളിൽ, കുടുംബങ്ങളിൽ ഈ ഗൗരവം അറിയാതെ, ഇതിനെപ്പറ്റി ചിന്തിക്കാതെ, ഇതിൽ അലസരായി, ഇത് സമയത്തിൽ ശ്രദ്ധിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അവരെ പറ്റിയും പരിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളാണ് നേരത്തെ കേട്ട് കഴിഞ്ഞത്. നിസ്കരിക്കുന്നവരിൽ പോലും അതിന്റെ സമയത്തെ പറ്റി ശ്രദ്ധയില്ലാത്ത, അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഫഹാഫിദു ഇബാദല്ലാഹ് അലസ്സലാ കമാ അമറക്കുമുല്ലാഹ് വഅലമൂ, നിങ്ങൾ അറിയണം അന്നൽ മുഹാഫളത അലസ്സലാ, നിസ്കാരം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണത്, ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെയുള്ള നമസ്കാരമാവുക. തകൂനു ബിസ്ബാഗി വുളൂഇഹാ, വുളൂ പോലും കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥ നിസ്കാരമാവില്ല. വുളൂ കൃത്യമായി നിർവഹിക്കൽ. വൽ ഹിർസു അലാ അവ്വലി വഖ്തിഹാ, നമസ്കാരം അതിന്റെ ഒന്നാമത്തെ സമയത്തിൽ നിർവഹിക്കാൻ താല്പര്യം കാണിക്കൽ. വശുഹൂദിൽ ജമാഅത്തി ഫീഹാ, ജമാഅത്തിൽ നിർബന്ധമായും പങ്കെടുക്കൽ. വൽ ഖുശൂഅ്, ഭയഭക്തിയുള്ള നിസ്കാരമായിരിക്കൽ. വഇത്മാമുർ റുകൂഇ വസ്സുജൂദി, റുകൂഉം സുജൂദും ഒക്കെ കൃത്യവും പൂർത്തീകരിക്കപ്പെട്ട നിലയിലും നിർവഹിക്കൽ. വഹുസ്നുത് തിലാവത്തി വതദബ്ബുരി മആനിഹാ, അതിൽ പാരായണം ചെയ്യുന്നത് വളരെ കൃത്യമായ നിലക്ക് പാരായണം ചെയ്യുകയും അതിൽ എന്താണ് ഞാൻ ഉച്ചരിക്കുന്നതെന്ന് ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യൽ. ഫമൻ ഫഅല ദാലിക, ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്താൽ കാന ലഹു ഇൻദല്ലാഹി യഹ്ദുൻ അൻ യുദ്ഖിലഹുൽ ജന്ന, ഈ നിലക്ക് നിസ്കരിക്കുന്നവനാണ് അല്ലാഹു സ്വർഗ്ഗം ഓഫർ ചെയ്യുന്നത്. വമൻ തറക സ്വലാത മുതഅമ്മിദാ ഫലൈസ ലഹു ഇൻദല്ലാഹി യഹ്ദുൻ, ഇതൊന്നും ശ്രദ്ധിക്കാത്ത നിലക്കാണെങ്കിൽ പടച്ചോൻ ഇവനോട് പിന്നൊരു ബാധ്യതയും ഇല്ല. അപ്പൊ